ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പത്തിരി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സാധാരണ നമ്മൾ പത്തിരി ചുട്ടുങ്ങാണ്ടുള്ളൂ കഴിച്ചിട്ടുള്ളത്. ഇതുപോലെ എണ്ണയിൽ പൊരിച്ചിട്ടൊന്നും ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം നില കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഏറെ വെക്കാവുന്നതാണ്, നമ്മുടെ പൊടിയൊക്കെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതാദ്യം ഒന്ന് നന്നായി തിളച്ച് വന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു തീ ഓഫാക്കിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൽ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പത്തിരിൻ്റെ മാവ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ മാവ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതായി ചൂടോടെ തന്നെ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഈ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പത്തിരിൻ്റെ മാവ് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് കിട്ടാൻ വേണ്ടി കയ്യിൽ ലേശം വെള്ളമൊക്കെ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് കട്ടിയിൽ പരത്തുന്നതാവും നമ്മുടെ ഈ ചപ്പാത്തി പൊരിക്കുന്നതിന് നല്ലത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയതായിട്ടാണ് കേട്ടോ, കുറച്ച് കട്ടി കുറച്ചാണ് പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പത്തിരി എണ്ണയിലിടുമ്പോൾ ഒന്ന് വീർത്ത് വരുമ്പോൾ പൊട്ടി പോകുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ലാതെ കട്ടി കുറച്ചിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി തിളച്ച ഓയിലിലേക്ക് നമുക്ക് ഈ പത്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പത്തിരി ഒരു ഭാഗം നന്നായി വീർത്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ടാൽ മതിയാകും. ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കടിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. രാവിലെ ചായക്കടിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പത്തിരി പൊരിച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.